ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കോംബോ റെസിപ്പിയാണ്. അതായത് കൊടക് സ്റ്റൈല് പോർക്കും കടുമ്പ് റെസിപ്പിയാണ്. കടുമ്പാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എത്രയാണോ നമ്മൾ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിക്കുക. തിളച്ച് അതിൻ്റെ അകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് റൈസ് റവയാകട്ടെ ഇതിന് യൂസ് ചെയ്യുന്നത്. റൈസ് റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവമാകുന്നത് വരെ ഇളക്കി നിർത്തുക. എന്നിട്ട് കൈ കൊണ്ട് ഉരുട്ടി അതൊരു ആവിപാത്രത്തിലേക്ക് വെച്ച് അത് കയറ്റിയെടുക്കണം. അങ്ങനെയാണ് കടുമ്പാക്കുന്നത്. ഇനിയിപ്പോൾ പോർക്കാക്കാൻ വേണ്ടിയിട്ട് ഇത് ജോൺസൺ ചേട്ടൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ച് വെച്ചു. ആവശ്യത്തിനുള്ള സവോള അരിഞ്ഞ് വെച്ചു. പിന്നെ നാരങ്ങ നീര് എടുത്ത് വയ്ക്കുക. സവോള ഒരു 4 സവോള എടുത്ത് വെച്ചിട്ടുണ്ട് 1.5 കിലോ പോർക്കിന് വേണ്ടി. ആദ്യം പോർക്കിൻ്റെ അകത്തോട്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിപ്പം മാരിനേറ്റ് ചെയ്യുന്ന സ്റ്റേജാട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ആക്കണം. ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞു വെച്ച സവോളയ്ക്കകത്ത് നിന്ന് ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറിലും വെക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്കതിൻ്റെ എല്ലാ സത്തും ഇറങ്ങത്തുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി എണ്ണ ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടു. എന്നിട്ട് ഒരു പിടി വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. എന്നുവെച്ചാൽ ബ്രൗൺ ആവണ്ട, പക്ഷേ നന്നായിട്ട് വഴണ്ടു വരണം. ഈ സമയം തന്നെ പോർക്കപ്പുറത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേഗം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇപ്പം നോക്കിയാണെങ്കിൽ സവോള കുറച്ചൊന്ന് മയപ്പെട്ട് വന്നുണ്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ഈ കൂട്ടാണ് പോർക്കിൻ്റെ അകത്തോട്ട് ചേർക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ വേറൊരു പോർക്കിൻ്റെ റെസിപ്പി ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് കാണുമ്പം, പക്ഷേ ടേസ്റ്റ് ഇത് അപാര ടേസ്റ്റ് ആട്ടോ. ഇത് ജോൺസൺ ചേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അതുകൊണ്ട് ട്രൈ ആക്കാൻ പറ്റുന്നവർ ഇങ്ങനെയും ട്രൈ ആക്കി നോക്കണേ. ഇനിയിപ്പം നമ്മൾ സാധാരണ പോർക്കിന് മസാല ആക്കൂലേ, അതുപോലെ മസാല ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാത്രത്തിലേക്ക് മല്ലിപ്പൊടി ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇട്ട് അത് നന്നായിട്ട് കറക്കുന്നവരെ ഫ്രൈ ആക്കണം. ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം ഡയറക്റ്റ് നമ്മൾ പോർക്ക് മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെസിപ്പി ഇതിന് മുന്നത്തെ വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആയി അത്യാവശ്യം കളറ് ഒരു ബ്ലാക്ക് കളർ കണ്ടോ, ആ കളർ ആയതും ഇത് നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന പോർക്കുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് അത് വേവിക്കണം. ഇതിപ്പം അങ്ങനെ തന്നെ ഫ്രൈ ആക്കി വെള്ളം ചേർക്കാണ്ടാണെങ്കിൽ വേറൊരു ടേസ്റ്റ്. ഇതിപ്പം നമ്മൾ കടുമ്പിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത് ചാറാക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇനിയിപ്പം കുറച്ച് മല്ലിയില, ഇച്ചിരി കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയിടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളും കൂടെ അവസാനം ഒന്ന് ചേർത്തിട്ട് മിക്സാക്കുക. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇത് കുടംപുളി കുറുക്കി അത് ചാറാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് അവസാനം ആ ചാറ് ഒഴിക്കുന്നത്. ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ 2 കുടംപുളി എക്സ്ട്രാ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് വേകുന്ന കൂട്ടത്തിൽ അതിൻ്റെ ആ പുളി ഇറങ്ങിക്കോളും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ പന്നിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. ട്രൈ ആക്കി നോക്കണേ എല്ലാവരും. കാരണം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ.